ഹലോ മീര. ഗുഡ് മോർണിംഗ് സർ. ഗുഡ് മോർണിംഗ്. അകത്തേക്ക് വരൂ. ഇരിക്കൂ. വീണ്ടും അവന്റെ ശല്യം ഉണ്ടായോ? സാറ് സ്ഥലത്തുണ്ടാവില്ലെന്ന് പറഞ്ഞതുകൊണ്ടാ ഇതുവരെയും വരാതിരുന്നത്. യെസ്. അയാൾ അവിടെ വീട്ടിൽ കയറി താമസം തുടങ്ങിയിരിക്കുക. ഏത് വീട്ടിൽ? ഞങ്ങളുടെ വീട്ടിൽ തന്നെ. ശല്യപ്പെടുത്തി ഞങ്ങളെ വീട്ടിൽ നടക്കാൻ ശ്രമിച്ചോണ്ടിരിക്കുക. അയാളെ കൊണ്ട് പൊറുതി മുട്ടി സാർ. ഓഹോ, അവന് കിട്ടിയത് പോരെന്ന് തോന്നുന്നു. സാരമില്ല, അവന്റെ കൈയും കാലും തല്ലി ഓടിച്ചേക്കാം. അത് വേണ്ട സാർ. അയാള് ഞങ്ങളോട് പ്രതികാരം ചെയ്യും. ചോദിക്കാനും പറയാനും ഞങ്ങൾക്ക് ആരുമില്ല സാർ. ഞാനുണ്ട് മേരിക്ക്, ഞാനുണ്ട്. ഇൻസ്പെക്ടർ എന്ന നിലക്ക് മാത്രമല്ല. ഒരു കാര്യം ചെയ്യാം, ഞാനവൻ ആദ്യം ഒരു ലാസ്റ്റ് വാണിംഗ് കൊടുത്തേക്കാം. അതുകൊണ്ടും പ്രശ്നം തീരുന്നില്ലെങ്കിൽ അവന്റെ എല്ലാം അടിച്ചോടിച്ച് പാർസലാക്കി പോലീസുകാരുടെ കൈ കൊടുത്തേച്ചേക്കാൻ പോരെ? ആരെയും ദ്രോഹിക്കാനല്ല സാർ. മറ്റൊരു വീട് കിട്ടുന്നതുവരെയെങ്കിലും അയാളെ ഞങ്ങളെ ശല്യം ചെയ്യാതിരുന്നാ മതി. അത് മതിയോ? എങ്കിൽ ഞാനവൻ ഇന്ന് തന്നെ കാണാം, സംസാരിക്കാം. വൈകുന്നേരം മേരി എവിടെ കാണും? ഓഫീസിൽ നിന്ന് വരുമ്പോ ഞാൻ സ്റ്റേഷനിൽ വരാം. അത് വേണ്ട, സ്റ്റേഷൻ അത്ര പറ്റിയ സ്ഥലമല്ല. ഞാനെന്നും സായാഹ്നങ്ങളിൽ സെൻട്രൽ പാർക്കിൽ നടക്കാൻ പോവാറുണ്ട്. യു കം ദർ, ഐ വിൽ ടെൽ യു ദ റിസൾട്ട്. ഓക്കെ? താങ്ക് യു സർ. ഞാൻ ബുദ്ധിമുട്ടിക്കുകയാണോ? നോ, ഇറ്റ്സ് എ പ്ലഷർ. നിൽക്കൂ. അത് ഒന്നുമില്ല. സുകുമാരക്കുറിപ്പിനെ പിടികിട്ടിയോ സാർ? സുകുമാരക്കുറിപ്പ്. സുകുമാരക്കുറിപ്പോ? പിടികിട്ടി. ഓ, പിടികിട്ടി എന്ന് പറഞ്ഞാൽ പിടിക്കപ്പെട്ട ആള് തന്നെയാണോ സുകുമാരക്കുറിപ്പ് എന്ന് സ്ഥിരീകരിച്ചിട്ടുള്ള അതുകൊണ്ടുള്ള പ്രശ്നങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. വരട്ടെ. മറക്കണ്ട, സെൻട്രൽ പാർക്ക് വൈകുന്നേരം. എന്ത് പറഞ്ഞു സാർ? പറയാം. നല്ല മനോഹരമായ സായനം അല്ലേ? അയാൾ ഒഴിയോ? നേരെ വരൂ, നമുക്ക് സ്വല്പനേരം അവിടെ ഇരിക്കാം. വിവരം അറിഞ്ഞാ എനിക്ക് പോകായിരുന്നു. എനിക്ക് ഒത്തിരി ഒത്തിരി കാര്യങ്ങൾ പറയാനുണ്ട്. വരൂ മേരി. വരൂ. കാക്കിക്കുപ്പായത്തിനുള്ളിൽ ഒരു കവിഹൃദയമുണ്ട്, ഒരു കലാകാരനുണ്ട്, ഒരു ഗായകനുണ്ട്. രാജേന്ദ്രോ, നിൽക്കണ അവിടെ. നിൽക്കണ. നീ ആട്ടും തോലിട്ടോ ചെന്നാണെന്ന് എനിക്ക് അറിയാഞ്ഞിട്ടല്ല. യുവദാസേ, ഇന്നലെ പരിചയപ്പെട്ട ഒരു പെണ്ണിന്റെ പേരില് നീ ഒരു ക്ലോസ് ഫ്രണ്ടിനെ തള്ളി പറഞ്ഞു. നീ ഞാൻ വിളിച്ചിട്ട് കേട്ടില്ലല്ലോടാ? എനിക്ക് സ്റ്റേഷനിൽ പോണ കുറച്ച് ധൃതിയുണ്ട്. നീ പൊയ്ക്കോ. എനിക്ക് വികാരങ്ങളില്ല, മനുഷ്യത്വം തീരെയില്ല, കള്ളന്മാരെ കടിച്ചീറാൻ നിൽക്കുന്ന ഒരു സിംഹമാണ് ഞാൻ എന്നൊക്കെയാണോ പറഞ്ഞേ? പിന്നെ എന്ത് വികാരത്തിന്റെ പുറത്താണ് നീ പെണ്ണിന്റെ പുറത്ത് നടക്കുന്നത്? എനിക്ക് ഇഷ്ടമുള്ള വികാരത്തിന്റെ പുറത്ത്. എനിക്ക് ഇഷ്ടമുള്ള വികാരത്തിന്റെ പുറത്ത്. അങ്ങനെ സൗകര്യമുള്ള വികാരത്തിന്റെ പുറത്താണ് സാർ നടപ്പെങ്കിൽ നിന്റെ തൊപ്പി ഞാൻ തെറിപ്പിക്കണം. ഗോപാലകൃഷ്ണ, ഇത് അത്ര പെട്ടെന്ന് തെറിക്കുന്ന തൊപ്പിയല്ല എന്റെ ഈ തൊപ്പി. ആളുകളാ, എടാ, ഒരു സർക്കാർ ഉദ്യോഗസ്ഥൻ, അത് ഒരു നിയമപാലകൻ കണ്ട പെൺകുട്ടികളുടെ പുറകെ അഴിഞ്ഞാടി നടക്കുകയാണെന്ന് ഞാൻ CBIക്ക്. എടാ, ഇത് അഴിഞ്ഞാട്ടോ എടുത്തിയാട്ടോ ഒന്നല്ല, വളരെ പരിശുദ്ധമായ, മൃദുലമായ, നിഷ്കളങ്കമായ, പവിത്രമായ ഒരു അറ്റാച്ച്മെന്റാ. ഞാൻ അവളെ കെട്ടാൻ പോവാ. അപ്പൊ നീ എന്ത് ചെയ്യും?
അത് കെട്ടുമ്പോഴല്ലേ? കെട്ടോടാ കെട്ടും, നിനക്കൊരു ചുക്കും ചെയ്യാൻ പറ്റില്ല. കാണണോ? കാണണം. എടാ നിന്റെ കെട്ട് ഞാൻ പൊട്ടിക്കുന്നതാണ്. പരസ്പരം ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ നീ എങ്ങനെയാടാ കെട്ടുപൊട്ടിക്കുന്നത്? അവളോടും അവളുടെ അമ്മയോടും ഞാൻ പറയും, നീ ഒരു മുഴുക്കുടിയനും സ്ത്രീലമ്പറനുമാണെന്ന്. നീ പറയുന്നത് അവര് വിശ്വസിച്ചാലല്ലേ? അതിന് ഞാനല്ലല്ലോ പറയുന്നത്, ഞാൻ ആൾക്കാർക്ക് കൂലി കൊടുത്ത് അവരെ കൊണ്ട് പറയിപ്പിക്കും. നീ അനാവശ്യം കാണിക്കുക. അപ്പൊ നിനക്ക് പേടിയുണ്ടല്ലേ? എങ്ങനെ വൃത്തികെട്ട മാർഗത്തിലൂടെയാണോ ആളുകളെ തോപ്പിക്കുന്നത്? മാർഗം എനിക്ക് പ്രശ്നമല്ല, ലക്ഷ്യമാണ് എന്റെ ഉന്നം. എന്താ നിന്റെ ലക്ഷ്യം? നീ അവളോട് പറ എന്റെ വീട്ടിൽ നിന്ന് ഇറങ്ങിത്തരാൻ. നിന്റെ കാമയല്ലേ? നീ അവളോട് പറ എന്റെ വീട്ടിൽ നിന്ന് ഇറങ്ങിത്തരാൻ. അത് എന്റെ ലക്ഷ്യം. അത് ഞാൻ പറഞ്ഞ അവര് അനുസരിക്കണ്ടേ? നീ കാമുകനല്ലടാ, അനുസരിക്കും. ഗോപാലകൃഷ്ണ, നീ വിചാരിക്കുന്നത് പോലെയല്ല കാര്യങ്ങളുടെ കടപ്പ്. ഞങ്ങൾ തമ്മിൽ ഒരു 50% അടുപ്പം മാത്രമേ ഉള്ളൂ. എന്ന് വെച്ചാൽ ആ കുട്ടിക്ക് ഇങ്ങോട്ടോ? അത് അല്ല, എനിക്ക് അങ്ങോട്ട്. എനിക്ക് മനസ്സിലായി. എങ്ങനെ? നിന്നെ ഇഷ്ടപ്പെടാൻ മാത്രം മറ്റുള്ള ഒരു പെൺകുട്ടിയല്ല അവള്. ശരി, നിനക്ക് അവളെ ഇഷ്ടമാണല്ലോ. അതെ. എന്റെ ബുദ്ധിയും കഴിവും ഉപയോഗിച്ച് ഞാൻ നിനക്ക് അവളെ കെട്ടിച്ചു തന്നാൽ നീ എനിക്ക് എന്ത് പ്രതിഫലം തരും? നീ എങ്ങനെ കെട്ടിച്ചേരും? നീ എന്താ അമ്മാവനാ? അതിവിടെ പ്രതിഫലം പറ. എടാ, ഒരു സുഹൃത്തിന്റെ അത് കള. ഒറ്റ കാര്യം ചെയ്താൽ മതി. കല്യാണം കഴിഞ്ഞാൽ അവളോടൊപ്പം അവളുടെ കുടുംബത്തെയും നീ ഇവിടെ കൊണ്ട് താമസിപ്പിക്കണം. അത് ഒരു പ്രശ്നമല്ലല്ലോ. അത് പ്രശ്നമാണ്. എനിക്കത് പ്രശ്നമാണ്. അവരവിടെ നിന്ന് ഇറങ്ങിയാലേ എനിക്ക് രക്ഷയുള്ളൂ. സത്യത്തിൽ ഞാൻ പ്രതിഫലം ചോദിക്കാനല്ല രാജേന്ദ്ര, മറ്റൊരു വഴിയും കാണാത്തോണ്ട് ആലോചിച്ചു പോയതാ. നീ എന്നെ തെറ്റിദ്ധരിക്കരുത് പ്ലീസ്. ഈ കാര്യത്തിൽ നീ സംശയിക്കുകയേ വേണ്ട. കല്യാണവും വീടുമാറ്റവും ഒറ്റ ദിവസം. ഉറപ്പാ? ഉറപ്പാ. എങ്കിൽ നീ നിന്റെ വീട്ടിൽ വിവരം അറിയിക്കേ. വീട്ടിലറിയിച്ചാൽ പ്രശ്നമാണ്. സ്ത്രീധനമൊന്നും പ്രതീക്ഷിക്കാനില്ലാത്തതുകൊണ്ട് അച്ഛൻ സമ്മതിക്കില്ല. പിന്നെ എന്ത് ചെയ്യും? എന്റെ ഒരമ്മാവനുണ്ട്, പൂങ്കിനാവ് വാരികയുടെ പത്രാധിപര്. എന്റെ അച്ഛനെ പാട്ടിലാക്കാൻ അങ്ങേർക്കേ സാധിക്കൂ. എങ്കിൽ നീ എത്രയും പെട്ടെന്ന് നിന്റെ പൂങ്കിനാവ് അമ്മാവനെ വിവരം അറിയിക്കുക. ബാക്കി കാര്യം ഞാൻ ഏറ്റു. ഓക്കെ? ഓക്കെ. ഞാൻ സ്റ്റേഷനിൽ പോയിരുന്നു. നീ എന്തിനാ ലീവ് എടുത്ത്? അങ്കിള് വരുമ്പോ സ്വരമായിട്ട് സംസാരിക്കാറെന്ന് കരുതിയ. ഒരു മുന്നറിയിപ്പും ഇല്ലാതെ പെട്ടെന്ന് എനിക്കൊരു കല്യാണക്കൊതി ഉണ്ടായോ? ഇയാളേതാ? ഇത് ഗോപാലകൃഷ്ണൻ പണിക്കര്. ഓ, നിന്റെ കല്യാണ ബ്രോക്കർ ആയിരിക്കും. ഇവൻ എന്റെ ക്ലാസ്മേറ്റാ. ഓ, ഈ ബാഗും കുടവും കണ്ടപ്പോ സംശയിച്ചു പോയതാ. ഇരിക്കിരിക്കും. അങ്കിൾ മനസ്സിലായില്ലേ പൂങ്കിനാവ് വാരികയുടെ? മനസ്സിലായി. പത്രാധിപരല്ലേ? അതെ. ഞാൻ പണ്ട് പൂങ്കിനാവ് വാരികയിൽ ഒരു ചെറുകഥ അയച്ചിരുന്നു. ചായക്കോപ്പയിലെ കൊടുങ്കാറ്റെന്ന് പറഞ്ഞു. പ്രസിദ്ധീകരിച്ചോ? ഇല്ല, കണ്ടില്ല. കൊള്ളുകയല്ലായിരിക്കും. അതായിരിക്കും. പിന്നെ മനഃശാസ്ത്രജ്ഞനോട് ചോദിക്കാന്നൊരു പങ്ക്തിയില് ഞാനൊരു ചോദ്യം അയച്ചിരുന്നു. അതിനും മറുപടി കണ്ടില്ല. ചോദ്യത്തിൽ കഴമ്പില്ലായിരിക്കും. അതായിരിക്കും. പൂങ്കിനാവ് വാരികയ്ക്ക് ഒരു നിലവാരമുണ്ട്. അതിൽ നിന്ന് ഒരിക്കലും താഴെ പോരാൻ ഒക്കുകയല്ല. കാരണം ഞാനാണ് അതിന്റെ പത്രാധിപൻ. സമൂഹത്തിലെ അനീതിക്കെതിരെ ഒരു പടവാളാണ് പൂങ്കിനാവ്. അയ്യോ, അതെനിക്കറിയാം. എവിടെയെങ്കിലും കൊലപാതകമോ കത്തിക്കുത്തോ എന്തെങ്കിലും നടന്ന ഉടനെ പൂങ്കിനാവ് വാരികയിൽ എന്റെ ഫുൾ റിപ്പോർട്ട് കാണും. കത്തി കൊണ്ട് കുത്തുന്നതിന്റെ, മനുഷ്യന്റെ കുടൽമാല പുറത്ത് ചാടുന്നതിന്റെ ഒക്കെ മനോഹരമായ 5-6 ഫോട്ടോയും കാണും. അതെ, വായനക്കാർക്ക് അതൊക്കെ വലിയ ഇഷ്ടമാ. അതുള്ളതാ. കല്യാണക്കാരി അച്ഛനെ അറിയിച്ചോ? ഇല്ല. എങ്ങനെയെങ്കിലും അങ്കിള് അച്ഛനെ കൊണ്ട് സമ്മതിപ്പിക്കണം. കുഴപ്പം പിടിച്ച കേസുമല്ലോ ആണോ? അമ്മാവനോട് സത്യം പറ, സംഗതി ലവ് അഫെയർ ആണ്. ലവ് അഫെയർ ആണ്. നീ ആള് കൊള്ളാമല്ലോടാ മരുമോനെ. സാറ് വിചാരിക്കുന്ന പോലുള്ള ഒരു ലവ് അഫെയർ അല്ല. ഇവരങ്ങോട്ട് മാത്രമുള്ള ലവ്. അക്കാര്യമൊന്നും ചോദിച്ച് സാർ അവന്റെ മനസ്സ് വിഷമിപ്പിക്കണ്ട. നമുക്ക് എങ്ങനെയെങ്കിലും നടത്തി കൊടുക്കണം. സത്യത്തിൽ ഇല്ലെങ്കിൽ അവൻ തൂങ്ങിച്ചാവും. അത്രയ്ക്ക് മൂത്തു. പിന്നെ പെണ്ണിന്റെ വീട്ടുകാര് സാമ്പത്തികപരമായിട്ട് അല്പം വീക്കാണ്. അല്ല, അതുകൊണ്ട് ഇവരെ ഇഷ്ടപ്പെടണമെന്നില്ലല്ലോ. ഇഷ്ടപ്പെടുത്താൻ നമ്മൾ പരമാവധി ശ്രമിക്കേണ്ടി വരും. സാഹചര്യം അറങ്ങേറ്റാ മതി. അല്ല, ഒരു മനുഷ്യജീവന്റെ പ്രശ്നമാണ്. അതുകൊണ്ടാ സാറിയോ
എല്ലാ കാര്യവും ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഞാൻ ആ വീട്ടിലാണ് താമസിക്കുന്നു എന്നുള്ള കാര്യം അമ്മാവനോട് പറയണ്ട. അങ്ങനെ പിന്നെ പ്രശ്നങ്ങൾക്ക് അതെ അതെ, നമ്മളെ രണ്ടുപേരും കൂടെ ആദ്യം വീട്ടിലേക്ക് ചെല്ലുന്നു. പെൺകുട്ടി ഓഫീസിൽ നിന്ന് വരുന്നതിന് മുമ്പ് അമ്മയെ ചാക്കിട്ട് പിടിക്കുന്നു. പെൺകുട്ടിക്ക് എന്നെ അത്ര പത്യമല്ല. അതുകൊണ്ട് എന്റെ പരിചയക്കാരനാണ് സാറ് എന്നുള്ള കാര്യം അവനോട് മാത്രം പറയണ്ട. ബാക്കി ഞാൻ ഏറ്റുന്നത്. ഞാൻ അങ്ങോട്ട് പോയി അങ്ങോട്ട് പോയി. ആരാണവൻ? ആരാ അങ്കിൾ? നിന്റെ ക്ലാസ്മേറ്റ് ആണെന്ന് പറഞ്ഞ ഒരു ചതിയനെ നീ എനിക്ക് പരിചയപ്പെടുത്തി തന്നില്ലേ? ആ പെൺകുട്ടി എവിടെ വെച്ചാ നീ പരിചയപ്പെട്ടത്? അത് പ്രേമമാണത്രേ. കല്യാണം എന്ന് പറയുന്നത് ആയുഷ്കാലത്തേക്ക് വേണ്ടുന്ന ഒരു ബന്ധമല്ലേ? ആ പെൺകുട്ടി ആരാണ്? അവരുടെ ബാക്ക്ഗ്രൗണ്ട് എന്താണ്? ഇതുമല്ലോ നീ അന്വേഷിച്ചോ? എന്താ അങ്കിൾ? ചോദിക്കാൻ സമാധാനം പറ. അവളെ പറ്റി എന്തെങ്കിലും അറിയാമോ നിനക്ക്? എനിക്ക് ഞാൻ ആ കുട്ടിയെ കണ്ടു, പരിചയപ്പെട്ടു. നല്ല കുട്ടിയാണെന്ന് തോന്നി. എങ്ങനെ തോന്നി? എന്തറിഞ്ഞിട്ട് തോന്നി? എടാ, നീ ഒരു പോലീസ് ഉദ്യോഗസ്ഥനല്ലേ? നിന്റെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഭവത്തെ പറ്റി ഒരു അന്വേഷണ ബുദ്ധി ഇല്ലാത്ത നീ എവിടുത്തെ പോലീസുകാരനടാ? അങ്കിൾ എന്താ ഉണ്ടായത്? സ്റ്റുപ്പിഡ്. നല്ല ആളാ. മീരയുടെ അമ്മ ചായയും കൊണ്ടുവന്നപ്പോ സാറിന്റെ പൊടി പോലും കാണാനില്ല. എന്താ സാറേ എന്നോട് പോലും ഒരു വാക്ക് പറയാതെ? അവിടെ വെച്ച് പറഞ്ഞാൽ ശരിയാവില്ലെന്ന് തോന്നി. അതിരിക്കട്ടെ, ഈ ഇടപാട് തനിക്ക് എത്ര രൂപ കിട്ടും? രൂപയോ? അതേടോ, എന്നെ എന്റെ അനന്തരവനെയും ചതിക്കുന്നതിന് തന്റെ റേറ്റ് എത്രയാണെന്നാ ഞാൻ ചോദിച്ചത്. ചതിക്കാനോ? സാറേ, ഗോപാലകൃഷ്ണൻ പഠിക്കരുത്. ഇന്നുവരെ ആരെയും ചതിച്ചിട്ടില്ല. എടോ, ദൈവം എന്ന് പറയുന്ന ഒരാൾ മുകളിലുണ്ട്. അതുകൊണ്ട് ഞാനും എന്റെ അനന്തരവനും തൽക്കാലം രക്ഷപ്പെട്ടു. കാര്യം എന്താന്ന് വെച്ചാ പറ സാറേ. രാജേന്ദ്ര, ഞാൻ നിന്നെ ഏതെങ്കിലും രീതിയിൽ ചതിക്കുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? ഈ വിവാഹം നടന്നാൽ എനിക്ക് എന്താ ഗുണമെന്നുള്ള കാര്യം നിനക്കറിയാമല്ലോ. ആരെയെങ്കിലും ചതിച്ച് എന്തെങ്കിലും നേടണമെന്ന് സ്വപ്നത്തിൽ പോലും ഞാൻ ആഗ്രഹിച്ചിട്ടില്ല സാർ. അങ്കിൾ, ഗോപാലകൃഷ്ണൻ മനഃപൂർവ്വം എന്നെ ദ്രോഹിക്കുകയില്ല. അങ്കിൾ കാര്യം എന്താ വെച്ചാ പറയും. എന്റെ പൂങ്കിനാവില് മനഃശാസ്ത്രജ്ഞനോട് ചോദിക്കൂ എന്ന പങ്ക്തി കൈകാര്യം ചെയ്യുന്ന ഡോക്ടർ ശിവരാജനെ നിനക്കറിയാം? കേട്ടിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ ക്ലിനിക്കിലെ ഒരു നിത്യ സന്ദർശകനാ ഞാൻ. നിനക്ക് കെട്ടാൻ വേണ്ടി ഇന്ന് ഞാൻ പോയി കണ്ട പെൺകുട്ടി ഉണ്ടല്ലോ, മീര. ആദ്യത്തെ കാഴ്ചയിൽ തന്നെ നിന്നെ വീഴ്ത്തിക്കളഞ്ഞു എന്ന് നീ പറയുന്ന ആ പെണ്ണ്. അവൾ 2 മാസത്തോളം ഡോക്ടർ ശിവരാജന്റെ ക്ലിനിക്കിൽ കിടന്നിട്ടുണ്ട്. എന്തിനാണെന്നറിയാവോ? ഭ്രാന്തിന് ചികിത്സിക്കാൻ. ഡോക്ടർ പറഞ്ഞിട്ടുള്ളത് അതൊരു പിക്യൂലിയർ ആൻഡ് എ സിവിയർ കേസ് ഓഫ് മെന്റൽ ഡിപ്രഷൻ ആണെന്നാണ്. ഇല്ല ഇല്ല സാർ, സാറിന് ചിലപ്പോ ആളെ തെറ്റിയിട്ടുണ്ടാവും. നോ, എനിക്ക് വ്യക്തമായിട്ടറിയാം. എത്രയോ തവണ ഞാൻ അവളെ അവിടെ വെച്ച് കണ്ടിട്ടുണ്ട്. പ്രേമിക്കാനും കല്യാണം കഴിക്കാനും നീ കണ്ടുവച്ച പെണ്ണുകൊള്ളാം. ഞാൻ ചെറിയൊരു പ്രശ്നത്തില രാജേന്ദ്ര. എനിക്കിവിടെ മറ്റു പരിചയക്കാരാരുമില്ല. ശല്യപ്പെടുത്തലാണെന്നറിയാം. അമ്മയും പെങ്ങളും ഉണ്ട് കാറില്. ഇവരെ കൊണ്ട് എവിടെ പോവാ നീ? എനിക്കും അതറിയില്ല. അതാ എന്റെ പ്രശ്നം. അച്ഛൻ മരിച്ചതിന് ശേഷം എനിക്കിതൊരു അമ്മയ്ക്ക് ഒരു മനസ്സമാധാനവും കൊടുക്കാൻ പറ്റിയിട്ടില്ല. ഇപ്പൊ എന്താ ഉണ്ടായത്? ഒരു തറവാടിന്റെ വേര് പിഴുതെടുത്തു വന്നിരിക്കാൻ ഞാൻ. എന്റെ വീട് പോയി, കടക്കാരെല്ലാം കൊണ്ടുപോയി. ഇവിടെ വാടകയ്ക്ക് കൊടുത്തിരുന്ന വീട് ഒഴിപ്പിക്കാൻ എനിക്ക് പറ്റില്ല. അത് ആ കുടുംബത്തെ കൂടെ കണ്ണീര് കുടിപ്പിക്കലാവും. നീ എനിക്ക് വാടകയ്ക്കൊരു വീട് ഏർപ്പാട് ചെയ്ത് തരണം. പക്വത എത്തുന്നതിന് മുമ്പ് ഒരു കുടുംബത്തിന്റെ മുഴുവൻ പ്രശ്നങ്ങൾ ഏറ്റെടുക്കേണ്ടി വന്നു. അതിന്റെ പ്രാരാബ്ദങ്ങളും കഷ്ടപ്പാടുകളും ഒക്കെ ഞാൻ മനസ്സിലാക്കി വരുമ്പോഴേക്ക് വൈകിപ്പോയി. അമ്മ ഇറങ്ങി വരൂ. എന്റെ വീടാണ്, അകത്തോട്ടിരിക്കാം. അമ്മയ്ക്ക് മനസ്സിലായ രാജേന്ദ്രൻ? അകത്തേന്നിരുന്നോളൂ.
ഉപചാര വാക്കായിട്ട് പറയല്ല. സിൻസിയർ ആയിട്ടുള്ള ഒരു സുഹൃത്ത് ഇത്തരം സന്ദർഭങ്ങളിൽ വേണമല്ലോ ഒരാളെ ആശ്വസിപ്പിക്കാൻ. വാടക വീട് എപ്പോ കിട്ടും എന്നോർത്ത് വിഷമിക്കണ്ട. ഞാനിവിടെ തനിച്ചാണെന്ന് അറിയാലോ.